പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അമ്മ മാതാവിനോട് ചേർന്ന് അമ്മയുടെ മധ്യസ്ഥത്തില് അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ പ്രഭാതത്തിൽ ഇന്നേ ദിവസം അങ്ങയുടെ മക്കളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേദനിക്കുന്ന മക്കള്, രോഗികളായ മക്കള്, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടാതെ ഒത്തിരി അസ്വസ്ഥതപ്പെടുന്ന മക്കള്, ഈശോയെ, ഈ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ സമാധാനം നിറയട്ടെ. ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടട്ടെ. സാമ്പത്തിക മേഖലകള് അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കള് നന്നായിട്ട് പഠിക്കട്ടെ. മക്കൾക്ക് ജോലി കിട്ടട്ടെ. മക്കളാരും വഴിതെറ്റി പോകാതിരിക്കട്ടെ. ഒരു തിന്മയ്ക്കും അടിമപ്പെടാതിരിക്കട്ടെ. സഭ വിട്ട്, കൂദാശ വിട്ട്, കർത്താവിനെ വിട്ട് തെറ്റായ സ്നേഹബന്ധത്തില് മറ്റുള്ള പൈശാചികതകളിലേക്ക് പോകാതിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ മക്കള് യഥാർത്ഥത്തില് അങ്ങയുടെ മക്കളെ പോലെ ആരോഗ്യത്തില്, സന്തോഷത്തില്, കൃപയില്, സമാധാനത്തില് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനുവേണ്ടി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാല് മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്റെ മക്കളെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് അമ്മയുടെ വലിയ ഇടപെടലിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൈവികാന സന്നദ്ധിയില് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിഷയം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മാലാഖ മാതാവിന്റെ പറഞ്ഞ കാര്യമാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകം, ഈ ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാണ് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില്, കർത്താവിന്റെ സന്നിധിയിൽ. നമുക്കറിയാം, അച്ഛൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊക്കെ എവിടെ ചെല്ലേണ്ട മക്കളാണ്. കുദാശ സ്വീകരിച്ച മക്കള്, ദൈവാത്മാവ് വസിക്കുന്ന ആലയങ്ങള്, കുദാശകൾ ലഭിക്കുന്ന മക്കള്, കർത്താവ് കൂടെയുള്ള മക്കള്, സ്വർഗത്തിന്റെ പൗരത്വം, പരിശുദ്ധാമ്മ കൂടെയുണ്ട്, യോസേപ്പിതാവ് കൂടെയുണ്ട്, വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാര്, വിശുദ്ധര്, രക്തസാക്ഷികള്, സഭയുടെ പാരമ്പര്യം, ദൈവത്തിന്റെ സമ്പത്ത്, അനുഗ്രഹങ്ങള്, സംവിധാനങ്ങള്, ഇതെല്ലാം വച്ച് നോക്കുമ്പോ നമ്മളൊക്കെ തീർച്ചയായും വലിയ അനുഗ്രഹം പ്രാപിക്കേണ്ടവരാണ്. ഈ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. സാമ്പത്തിക മേഖല, ബിസിനസ്, ജോലി, കുടുംബജീവിതം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ പ്രവൃത്തികള്, ശുശ്രൂഷകള് എല്ലാം അനുഗ്രഹിക്കപ്പെടണം. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളായതുപോലെ ഞങ്ങളും, ഞങ്ങളുടെ കുടുംബങ്ങളും, ഞങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടണം. അനേക സ്ത്രീകള് വിശുദ്ധ ബൈബിളിലുണ്ട്. സാറ, റൂത്ത്, ഒത്തിരിയേറെ സൂസന്ന, യൂദിത്ത്, അനേക സ്ത്രീകൾ. എല്ലാ സ്ത്രീകളിലും വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവളാണ് പരിശുദ്ധമ്മ. എന്തുകൊണ്ട്? ദൈവകൃപ നിറഞ്ഞു, കർത്താവ് കൂടെയുണ്ട്. ഇതൊക്കെ തന്നെ നമുക്കുമുണ്ട്. ദൈവകൃപ നിറയപ്പെടാനുള്ള വഴികള്, കൂദാശകള്, കർത്താവ് കൂടെ വസിക്കുന്ന ശുദ്ധ കുർബാന, ഇതെല്ലാം നമുക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ, ഈ അമ്മ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മളും, നമ്മുടെ മക്കളും അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ മക്കള് പഠിക്കുമ്പോ വിദ്യാർത്ഥികളിൽ എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ ജോലികളിൽ എന്റെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, ബിസിനസ്സുകളിൽ നമ്മുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ അങ്ങനെയാണ്. ബിസിനസ്സുകളിൽ, സ്ത്രീകളിൽ, വിദ്യാർത്ഥികളിൽ, അല്ലെങ്കിൽ പഠനത്തിൽ നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ വൈദികര്, നമ്മുടെ സന്യാസ സ്ഥാപനങ്ങള്, നമ്മുടെ ശുശ്രൂഷകള് അനുഗ്രഹിക്കപ്പെടണം. അതുപോലെ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം മക്കൾ. കാരണം നമ്മുടെ ലെവല് വേറൊരു ലെവലാ. ശരിക്കും ചിന്തിച്ചാല്
വലിയൊരു ഉന്നത സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധ്യതകളൊക്കെ അനുസരിച്ച് നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന്, മക്കൾ ദൈവത്തോട് ചേർന്ന് നിന്ന്, ദൈവകൃപയിൽ നിറഞ്ഞ് ദൈവത്തിന്റെ ശക്തി സ്വന്തമാക്കി ഉദാശകളെ സ്വീകരിച്ച് യേശുവിനെ കൂടെ നിർത്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് പുണ്യവാന്മാരുടെ ഐക്യത്തില് വലിയ ജീവിതം ജീവിച്ച് ഈ അനുഗ്രഹം പ്രാപിക്കണം. അനുഗ്രഹിക്കപ്പെടാതെ പോയ അനേക മക്കളുടെ ജീവിതങ്ങൾ, ശപിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ തകർന്നു പോയ, എല്ലാം മുരടിച്ചു പോയ, വഴിമുട്ടിപ്പോയ അനേക മക്കൾ ഈ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ, അതിനു മുമ്പും അനേക മക്കളുടെ കണ്ണുനീര്, തോറ്റുപോയവര്, അനുഗ്രഹിക്കപ്പെടാതെ പോയവര്, തകർന്നടിഞ്ഞു പോയവര്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് മാനസികമായും ശാരീരികമായും ആത്മീയമായും തകർന്നു പോയവര്, ഈ മേഖലകളൊക്കെ ഇന്ന് നമ്മുടെ ഒത്തിരി നൊമ്പരങ്ങളാണ്. അനുഗ്രഹിക്കപ്പെടാതെ പോയവരുടെ അവസ്ഥകൾ അമ്മ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കാം. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ പരിശുദ്ധ അമ്മ, മറ്റെല്ലാ സ്ത്രീകളെക്കാളും അമ്മ അനുഗ്രഹിക്കപ്പെട്ടില്ലേ, അതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ മക്കള് അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹിക്കപ്പെട്ട അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ മാതാവ് തന്നെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും എല്ലാവരെയും ഈ അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ പ്രാപ്തയാണ്, ശക്തയാണ്. അതിനുള്ള ആധിപത്യവും അധികാരവും പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അമ്മ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവളായതുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കും, നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ. അതുകൊണ്ട് വലിയ പ്രാർത്ഥനയോടെ ഈ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്. അനുഗ്രഹം അവകാശമാക്കി സ്ഥാപിക്കാനും സ്വന്തമാക്കാനും കഴിവുള്ളവരും വഴികളുള്ളവരുമാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹം സാധ്യതമാക്കാൻ മാതാവേ ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അനുഗ്രഹദാതാവിന്റെ മുമ്പില് അനുഗ്രഹിക്കപ്പെട്ടവരോടുകൂടെ ഈ ആരാധന നമുക്കായിരിക്കാം. നമ്മെ നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ പ്രത്യേകമാവിധം വിളിച്ചു. അനുഗ്രഹം അവകാശമായിട്ടുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് കൂടെ വസിക്കുന്ന ഓ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ തന്നെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ അമ്മ, അമ്മയുടെ ജീവിതത്തെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അമ്മയെ പോലെ തന്നെ അനുഗ്രഹം പ്രാപിക്കാൻ സ്ത്രീകളിൽ ജീവിതത്തില് എവിടെയൊക്കെയാണോ എന്തിലൊക്കെയാണോ അതിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു നിൽക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അനുഗ്രഹം നഷ്ടപ്പെട്ട് അനുഗ്രഹിക്കപ്പെടാതെ പോയ വേദനകള്, നൊമ്പരങ്ങള്, രോഗങ്ങള്, തകർച്ചകള്, പ്രതിസന്ധികള്, വഴിപിഴച്ച ജീവിതങ്ങള്, അടിമത്തങ്ങള്, ബന്ധനങ്ങള്, പൈശാചിക പീഡകൾ കൊണ്ട് നിറയപ്പെട്ട മക്കളാണ് പല വിധത്തിലും പല മേഖലകളിലും ഞങ്ങളൊക്കെ. അതിനൊക്കെ വലിയ കാരണമുണ്ട്. കൃപ നിറഞ്ഞ അങ്ങ് കൂടെയുള്ള ജീവിതമാണ് അനുഗ്രഹത്തിലേക്ക് നയിച്ചത് പരിശുദ്ധ അമ്മയെ. അതുപോലെ ഞങ്ങൾക്ക് പറ്റിപ്പോയ വീഴ്ചകളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഈ മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണ ഈ മക്കളിൽ നിറയട്ടെ. ഈ മക്കളെല്ലാവരും എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിതത്തില്, മക്കളില്, പഠനത്തില്, ജോലിയില് എല്ലാം അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ച്, അങ്ങയുടെ കൃപയാൽ നിറച്ച്, അങ്ങയുടെ ശക്തിയാൽ നിറച്ച് കർത്താവേ, ഈ അനുഗ്രഹം എല്ലാ മക്കൾക്കും അനുഭവവേദ്യമാക്കി കൊടുക്കണമേ. ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏറ്റു പറയുന്ന കർത്താവേ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ വീട്ടിൽ ആഹാരം മുടങ്ങില്ല. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോ ഇതുപോലെ
വലിയ സ്ഥാനത്തേക്ക് കൃപയിൽ ഉയർത്തപ്പെട്ടിരിക്കുമ്പോ നിശ്ചയം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഈശോയെ, അനുഗ്രഹിക്കപ്പെടാതെ പോയ അവസ്ഥകള്, കാര്യങ്ങളൊക്കെ അങ്ങേക്കറിയാലോ. അതെല്ലാം എടുത്തു മാറ്റി കുരിശുമരണ ശക്തിയാൽ, ദിവ്യകാരുണ്യ ശക്തിയാൽ അങ്ങയുടെ മക്കളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ മക്കളെ അങ്ങിലേക്ക് തിരിക്കണമേ. അങ്ങ് തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ഇവരുടെ മക്കളിലേക്ക്, മക്കളായിരിക്കുന്ന അവസ്ഥകളിലേക്ക്, അവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക്, തടസ്സങ്ങളിലേക്ക് യേശുവേ അങ്ങ് തന്നെ ഇറങ്ങിച്ചെല്ലണം. അങ്ങയാൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ നിശ്ചയം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മറ്റൊന്നും ഞങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കില്ല. അതെല്ലാം എടുത്തു മാറ്റി അങ്ങയാൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയാൽ ഈ മക്കളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയാൽ എന്റെ പൗരോഹിത്യം, അങ്ങയാൽ ഈ കർമ്മ ധ്യാന കേന്ദ്രം, അങ്ങയാൽ തന്നെ സകല പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ അനുഗ്രഹത്തിനു വേണ്ടി ദിവ്യാനുസന്നതിയില് അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ അമ്മയോടുകൂടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിച്ച മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവിത നമ്മെ ആശീർവദിക്കുന്നു. സ്വയേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. തവിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് ഐശ്വര്യം അവകാശപ്പെടാൻ ഇടയാകത്തക്ക വിധം കൃപയാൽ നിറയ്ക്കണമേ, സാന്നിധ്യത്താൽ നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ, സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയാൽ അങ്ങയുടെ മക്കളെല്ലാവരും നിശ്ചയമായും